ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. തറവാട്ടിൽ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കസിൻസും അങ്ങനെ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളടുക്ക് അങ്ങനെയൊക്കെ കൂടാറുണ്ട് കേട്ടോ. തറവാട്ടിലൊരു ദിവസം നല്ല രസമല്ലേ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ തറവാട്ടിലേക്ക്. അപ്പോൾ നടന്ന് പോവാൻ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും നടന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെത്തിട്ടോ. ഇതാണ് ഞങ്ങളുടെ തറവാട്. എൻ്റെ ഉപ്പാൻ്റെ വീടാണ് കേട്ടോ ഇത്. ഞങ്ങൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും എത്തുള്ളൂ. അപ്പോൾ അടുത്തുള്ളവരെല്ലാവരും നേരത്തെ വന്നിട്ട് പണികളൊക്കെ ഓരോന്ന് തുടങ്ങി. കുട്ടികളൊക്കെ പുറത്തിരുന്നത് ആ മിഠായിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു കസിനും കൂടി കടയിൽ പോയി ബാക്കിയുള്ള സാധനങ്ങളും കൂടി വാങ്ങിച്ചാൽ വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങളും കൂടി കിട്ടാനുള്ളത് വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ച് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളും ചെന്ന് അടുക്കളയിൽ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. പച്ചക്കറികൾ അരിയാനും ഒക്കെ ആയിട്ട് കൊടുത്തു കേട്ടോ. ഓരോരുത്തരും ഓരോ പണിയിലാണ്. ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഏറ്റെടുത്തേക്കാണ് പെട്ടെന്ന് പരിപാടി തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ പുറത്ത് കളിക്കുകയാണ്. എന്താ തിന്നണേ? ഇവിടെ നോക്കൂ. ഞാൻ വിചാരിച്ച് ഞാൻ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അതാണല്ലോ എളുപ്പം. എനിക്കതാണ് കേട്ടോ അറിയുക. അപ്പം ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം അരച്ച് വെച്ച ബീട്രൂട്ടാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണയ്ക്ക് ബീട്രൂട്ട് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങയ്ക്കൊരു ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കടുകും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങയ്ക്ക്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ അതൊക്കെ അരച്ച് ഈ വഴറ്റി വന്ന ബീട്രൂട്ടിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് രണ്ടും ഇളക്കി അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതൊന്ന് നന്നായി വെന്ത് വരട്ടെ. ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അതിന് ശേഷം അതിലേക്ക് കട്ട തൈരാണ് കേട്ടോ ഒഴിക്കണത്. ഈ ബീട്രൂട്ട് കിച്ചടി ഒരു വെള്ളം പരുവത്തിലായി നിൽക്കുന്നത് ഒരു ഇഷ്ടമല്ല ഞങ്ങൾക്കൊന്നും കേട്ടോ. ഇലയിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ വൃത്തിക്ക് നിൽക്കില്ല, ഒരു ഒലിച്ച് പോണ പോലെയാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കട്ടയിൽ ഒരു തിക്ക് ടെക്സ്ചറിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചതിന് ശേഷം കട്ടത്തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം വിട്ട് നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല ഉണ്ടാക്കണത്. ഇത് ഞങ്ങൾക്ക് അറിയണ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തൊക്കെ ആക്കി ജസ്റ്റ് ഒന്ന് ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് 2-3 കറിവേപ്പിലൊക്കെ ഇങ്ങനെ മേലിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാത്ത രീതിക്കൊന്നും ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അറിയണ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാക്കണ അവിയലിനുള്ളത് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സിസ്റ്ററാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവിയൽ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വേവിച്ചാൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഓലക്കോട്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ പണിയെടുക്കില്ലേ, ഞങ്ങളും എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട വിചാരിച്ചിട്ട് ചൂലെടുത്ത് ഇറങ്ങിയേക്കാണ് കേട്ടോ കുട്ടികൾ. ഓലക്കൊണ്ട് പറ്റണത് ചെയ്യട്ടെ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളെ വല്യുപ്പ, ഞങ്ങളെ ഉപ്പാൻ്റെ ഉപ്പയാണ്. വല്യുപ്പ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളോട് എന്തൊക്കെയോ പറയുകയാണ്. ഇതാണ് ഞങ്ങളെ തറവാട്ടിലെ തറവാട്ടമ്മ അറിയാം ഞങ്ങൾ കളിയാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇതാ വരുന്നു. വീടെടുക്കുന്നത് കൊണ്ട് ഒട്ടും അഭിനയിക്കണില്ല. എല്ലാവരും കയറി വരുന്ന ടൈമായി. ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മൂത്തമ്മ എന്ന് പറയും. ഇപ്പാൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. ഇതിൻ്റെ കസിൻ ബ്രദറാണ്. രസമൊക്കെ ഇവിടെ തിളച്ച് ഓരോന്ന് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ രസം ലാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. രസമാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയത്. ബാക്കിയുള്ളതൊക്കെ റെഡിയായി. ചോറ്, സാമ്പാർ, മോര്, പപ്പടം, പിന്നെ ഇത് ബീട്രൂട്ട് കിച്ചടി അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കൊണ്ടാട്ടമുളക്, ഉപ്പേരി, അധികം വിഭവങ്ങളൊന്നുമില്ല, കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ അത് അവിടെ പുളിഞ്ചി ഉണ്ട്. പുളിഞ്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. പായസത റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിയലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആയി. ഞങ്ങൾ കുറച്ച് വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ചാനലിൽ
ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം വിഭവങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഉള്ള ടൈം എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശം, ആയിക്കൂടെ ഓണം കൂടെ ആയതുകൊണ്ട് ഒരു ചെറിയ സദ്യ തട്ടിക്കൂട്ടുക അങ്ങനത്തെ ആ ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റിയതുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങളെ വീഡിയോസും ഞങ്ങളെ കുടുംബം ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നെല്ലാവരും ഇവിടെ സ്റ്റേ ആയിരിക്കും, നാളെ രാവിലെ ഉള്ളു പോവുക. കുറച്ച് ഗെയിമുകളും കള്ളനും പോലീസൊക്കെ കളിക്കുന്നുണ്ട്, അതിന് എല്ലാ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ രസമുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.